ഇലക്ഷനിലെ UDF മികവാർന്ന വിജയം, ചരിത്ര വിജയം കൈവരിക്കും. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, വലിയ പ്രതീക്ഷയിലാണ്. നല്ല മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചു. നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി. നല്ല സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് നിശ്ചയിക്കാൻ സാധിച്ചു. അതിന്റെ എല്ലാം ഫലമുണ്ടാകും. സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവികാരമുണ്ട്. അത് ശബരിമല വിഷയം കൂടി വന്നപ്പോൾ കൂടുതൽ ബലപ്പെട്ടു. ശബരിമലയിൽ മോഷണ കേസിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുതരമായ മോഷണ കേസിൽ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിൽ കഴിയുന്ന പ്രതികളെ ഇപ്പോഴും CPM സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ പാർട്ടി കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടൊരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. സസ്പെൻഡ് ചെയ്തിട്ടില്ല, പുറത്താക്കിയിട്ടില്ല. സാധാരണ CPM സ്വീകരിക്കുന്ന ഒരു ശിക്ഷയുണ്ട്, സെൻസർ എന്ന് പറഞ്ഞാൽ ഒരു താക്കീത്, അതുപോലും ചെയ്തിട്ടില്ല. പ്രതികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. മോഷണക്കേസിലെ, ശബരിമല കൊള്ളക്കേസിലെ പ്രതികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് CPM പാർട്ടിയും ഗവൺമെന്റും. ഹൈക്കോടതി ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വൻകിടക്കാർ ഇതിൽ പ്രതി ചേർക്കപ്പെടേണ്ടതുണ്ട് എന്നാണ്. ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം ഉണ്ടായിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. പക്ഷേ പോലീസ് മുതിർന്ന ആളുകളിലേക്ക്, ഉന്നതന്മാരിലേക്ക് എത്തിയിട്ടില്ല. പോലീസിന് നിയന്ത്രണമുണ്ട്. അതെല്ലാം ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ജനജീവിതം വലിയ ദുസ്സഹമായിട്ട് മാറിയിട്ടുണ്ട്. വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തീരദേശത്തെ വറുതിയും പ്രയാസങ്ങളും, തൊഴിലില്ലായ്മ, വന്യമൃഗശല്യം, സാമ്പത്തിക രംഗത്തെ കെടുകാര്യസ്ഥത, അക്രമ രാഷ്ട്രീയം, ക്രമസമാധാന തകർച്ച, അഴിമതി, ഇതെല്ലാം ഗൌരവത്തിൽ ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാൻ UDFന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലൊരു ഭരണമാറ്റത്തിന്റെ ആവശ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ട് കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിലും നല്ല റിസൾട്ട് UDFന് അനുകൂലമായിട്ടുണ്ടാകും. അതിന്റെ നല്ല സൂചനകളാണ് എല്ലാ സ്ഥലത്തുനിന്നും. ഇപ്പൊ തിരുവനന്തപുരത്തെ 2 മുതിർന്ന നേതാക്കന്മാരാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവരെല്ലാം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങൾക്ക് അനുകൂലമായ പ്രതികരണങ്ങളും റിപ്പോർട്ടുകളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെയാണ് വിധി വന്നത്. ഇന്ന് UDFന്റെ കൺവീനർ പറഞ്ഞത് ദിലീപിന് നീതി കിട്ടിയെന്നുള്ളതാണ്. കേരളം മൊത്തത്തിൽ ചിന്തിക്കുന്നതിനെതിരായ വികാരം എങ്ങനെയാണ് UDF കൺവീനർ പറയുന്നത്? ഞങ്ങൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവും ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് പ്രതികരിച്ചത്. അതില് സർക്കാർ പ്രോസിക്യൂഷൻ കൊടുത്ത ചാർജ് ഷീറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സർക്കാർ പരാജയപ്പെട്ടു, പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കൃത്യമായ തെളിവ് സഹിതം അന്വേഷണ ഏജൻസി കേസ് കോടതിയിൽ സമർത്ഥിക്കാൻ പരാജയപ്പെട്ടു. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, റിലയബിൾ ലീഗൽ എവിഡൻസ്, കൺക്ലൂസീവ് പ്രൂഫ്, അത് കൊടുത്തുകൊണ്ട് കോടതിയെ ഈ കേസിൽ ചാർജ് ഷീറ്റ് എന്താണോ ആ ചാർജ് ഷീറ്റിന് ഉപോത്ബലകമായ തെളിവുകൾ ഹാജരാക്കി അത് സമർത്ഥിച്ച് വിജയിപ്പിക്കുന്നതിൽ, എല്ലാ പ്രതികൾക്കും ഗൂഢാലോചന ഉൾപ്പെടെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അത് അപ്പീൽ കൊടുക്കുക തന്നെ വേണം എന്നതാണ് ഞങ്ങളുടെ സുചിന്തിതമായ നിലപാട്. എന്താണ് ഈ അടൂർ പ്രകാശ് ഇങ്ങനെ നേരത്തെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലും സമാനമായ നിലപാട് സ്വീകരിച്ചു? പീഡകർക്കൊപ്പമാണോ UDFന്റെ കൺവീനർ? അല്ല, അദ്ദേഹം ആ വിധിയെ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹവുമായിട്ട് തന്നെ ചോദിക്കണം. അത് വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോണം. ഒരു കാര്യം കൂടി വേണേ പറയുന്നു. ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത, സർക്കാർ അപ്പീൽ മാത്രം പോരാ, അതിജീവിതയുടെ പേഴ്സണൽ അപ്പീലും കൂടെ വേണം. സർക്കാരിന്റെ പോരായ്മകൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എല്ലാ വസ്തുതകളും ആർഗ്യൂ ചെയ്ത് കോടതി മുമ്പാകെ ബോധ്യപ്പെടാൻ സർക്കാർ അപ്പീലിനോടൊപ്പം തന്നെ അതിജീവിത ഇൻഡിവിജ്വലി ഒരു അപ്പീൽ കൂടി കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. ഞാൻ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.